ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീഗ്നോ മലയാളം ടെക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് സെക്കൻഡിൽ പുറത്തിറങ്ങിയ രണ്ട് മികച്ച ഫോണുകളുടെ കമ്പാരിസൺ ആണ്. റിയൽമിയുടെ റിയൽമി 6iയും റെഡ്മിയുടെ റെഡ്മി നോട്ട് 9ഉം രണ്ടിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് രണ്ട് ഫോണിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കമ്പാരിസൺ നോക്കാം. രണ്ട് ഫോണിൻ്റെയും നമുക്ക് ഡിസൈൻ, ഡിസ്പ്ലേ, ബിൽഡ് ക്വാളിറ്റി എന്നീ മേഖലയിൽ നിന്ന് ആദ്യം തുടങ്ങാം. രണ്ട് ഫോണിൻ്റെയും ഡിസ്പ്ലേ വരുന്നത് ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. രണ്ട് ഫോണും പഞ്ച് ഹോൾ ഡിസ്പ്ലേ ശൈലിയിലാണ് വരുന്നത്. റിയൽമി 6i 6.5 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേയും റെഡ്മി നോട്ട് 9 6.53 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേയും ആണ് നമുക്ക് നൽകുന്നത്. റിയൽമി 6iയുടെ കാര്യത്തിൽ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു കാര്യം തന്നെയാണ് ഈ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലേക്ക് റിയൽമി 90 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ കൊണ്ടുവന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്മൂത്ത് ഫീൽ ആയിരിക്കും നമ്മൾ ഗെയിമിംഗ് കാര്യങ്ങളൊക്കെ കളിക്കുമ്പോൾ. PUBG ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ഹൈ എൻഡ് ഗ്രാഫിക്സ് ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു സ്മൂത്തായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും. നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റുള്ള ഒരു ഡിസ്പ്ലേ ആയതുകൊണ്ട്. രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് നമുക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. 5 ആണോ 3 ആണോ എന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. രണ്ട് ഫോണിൻ്റെ ബാക്ക് പാനൽ നമുക്ക് ലഭിക്കുന്നത് പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ്. നമുക്ക് നല്ല ഡിസൈനിനോട് കൂടിയ പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ബാക്ക് പാനലാണ് നമുക്ക് ബാക്ക് സൈഡ് ലഭിക്കുന്നത്. റിയൽമി 6iയിൽ നമുക്ക് സിം ട്രേയും വോളിയം ബ്രോക്കേഴ്സും നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ലഭിക്കുന്നത്. പവർ ഓൺ ഓഫ് ബട്ടൺ നമുക്ക് റൈറ്റ് സൈഡിലാണ്. പവർ ഓൺ ഓഫ് ബട്ടൻ്റെ ഒപ്പം തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സെൻസർ റിയൽമി 6iയിൽ ലഭിക്കുന്നത്. അതേസമയം റെഡ്മി നോട്ട് 9ൽ നമുക്കെല്ലാം റൈറ്റ് സൈഡിലാണ് ലഭിക്കുന്നത്. വോളിയം ബ്രോക്കേഴ്സും പവർ ഓൺ ഓഫ് ബട്ടണും ഒക്കെ റൈറ്റ് സൈഡിലാണ് നമുക്ക് ലഭിക്കുന്നത്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ ക്യാമറയുടെ തൊട്ട് താഴെയായിട്ട് ഒരു മിഡിലായിട്ടാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ റെഡ്മി നോട്ട് 9ൽ വരുന്നത്. ബാക്കി കാര്യങ്ങൾ രണ്ട് ഫോണിൻ്റെ കാര്യത്തിലും സെയിം തന്നെയാണ്. നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡും ഉപയോഗിക്കാം. പിന്നെ നമുക്ക് Type-C പോർട്ട് ലഭിക്കുന്നുണ്ട്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് പ്രൈമറി, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് പിന്നെ റെഡ്മി നോട്ട് 9ൻ്റെ കേസിൽ ഒരു എക്സ്ട്രാ ബോണസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് IR ബ്ലാസ്റ്ററാണ്. അതൊരു മികച്ചൊരു കാര്യം തന്നെയാണ്. നമുക്ക് ടിവിയും AC ഒക്കെ കൺട്രോൾ ചെയ്യാം IR ബ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ട്. ഡിസൈൻ ആൻഡ് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ രണ്ടും മികച്ചൊരു പെർഫോമൻസ് ആണ്. രണ്ടും അതിൻ്റേതായ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ട്. രണ്ടും നല്ലൊരു ഡിസ്പ്ലേയും നല്ലൊരു ഡിസൈനുമാണ് നമുക്ക് നൽകുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേയും നമുക്ക് രണ്ടിൻ്റെയും ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ലൊരു ഡിസൈൻ ശൈലിയിലാണ് രണ്ട് ഫോണും വന്നിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ട് ഫോണിൻ്റെ പ്രോസസ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാം. രണ്ട് ഫോൺ വരുന്നത് MediaTekൻ്റെ ചിപ്സെറ്റ് വെച്ചിട്ടാണ്. റിയൽമി 6iയിലാണെങ്കിൽ MediaTek Helio G90T എന്നൊരു ഗെയിമിംഗ് സെൻട്രിക് പ്രോസറും, റെഡ്മി നോട്ട് 9ലാണെങ്കിൽ MediaTekൻ്റെ MediaTek Helio G85 എന്നൊരു പ്രോസറുമാണ് വരുന്നത്. രണ്ട് പ്രോസറും 12nm FinFET ടെക്നോളജിയിൽ നിർമ്മിച്ചെടുത്ത പ്രോസറാണ്. രണ്ടും അത്യാവശ്യം നല്ലൊരു പ്രോസറാണ്. G90T ആണ് കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് നൽകുന്ന പ്രോസർ. കാരണം G90T ഒരു ഗെയിമിംഗ് സെൻട്രിക് പ്രോസറാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റാണ് അതിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാലി G76 എന്നൊരു മികച്ച പവർഫുൾ ഗ്രാഫിക് യൂണിറ്റാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം റെഡ്മി നോട്ട് 9 ആണെങ്കിൽ G52 എന്നൊരു GPU ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ പെർഫോമൻസ് ലഭിക്കുക റിയൽമി 6iയിലായിരിക്കും. കാരണം G90T എന്നൊരു മികച്ചൊരു പ്രോസറാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഫോണും നമുക്ക് 48 മെഗാ കോഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. സോണി സെൻസറാണോ സാംസങ് സെൻസറാണോ എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ കാര്യങ്ങളൊന്നും രണ്ട് കമ്പനിയും നമുക്ക് നൽകിയിട്ടില്ല. റിയൽമി 6i ആയിക്കോട്ടെ, റെഡ്മി നോട്ട് 9 ആയിക്കോട്ടെ, രണ്ട് ഫോണിലും നമുക്ക് ഒരേപോലത്തെ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 48 മെഗാ ഒരു പ്രൈമറി സെൻസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് 1.8 അപ്പറേച്ചറിലുള്ളതാണ് രണ്ട് ഫോണിലും. മറ്റൊന്ന് 8 മെഗാ വൈഡ് ആംഗിൾ സെൻസർ ലഭിക്കുന്നുണ്ട്. 2 മെഗാ മാക്രോ സെൻസറും പോർട്രേറ്റ് സെൻസറും രണ്ട് ഫോണിലും ലഭിക്കുന്നുണ്ട്. ക്യാമറ അറേഞ്ച്മെൻറ്റിൽ മാത്രമേ രണ്ട് ഫോണും തമ്മിലുള്ള വ്യത്യാസമുള്ളൂ. റെഡ്മി നോട്ട് 9ൽ നമുക്ക് സെൻറ്ററിലാണ് ലഭിക്കുന്നത് ബാക്ക് സൈഡിൽ. റിയൽമി 6iയിലാകട്ടെ നമുക്ക് ലഭിക്കുന്നത് റൈറ്റ് സൈഡിലാണ് കോഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നത്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ റിയൽമി 6iയിൽ നമുക്ക് 16 മെഗാ f2.0 അപ്പറേച്ചറിലുള്ളൊരു സെൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം റെഡ്മി നോട്ട് 9ൽ നമുക്ക് ലഭിക്കുന്നത് 13 മെഗാ ഒരു f2.0 അപ്പറേച്ചറിലുള്ള ഒരു സെൻസറാണ്.
അപ്പോൾ നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ റിയൽമി 6iക്കാണ് ഒരു പോയിൻ്റ് കൂടുതൽ കൊടുക്കുക. കാരണം നമുക്ക് ബേസിക് ഫീച്ചേഴ്സായ നൈറ്റ് മോഡ്, പനോരമ, വീഡിയോ സ്റ്റെബിലൈസേഷൻ അങ്ങനെയൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ലഭിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് UIS എന്ന വീഡിയോ സ്റ്റെബിലൈസേഷൻ്റെ റിയൽമിയുടെ തന്നെ ഏറ്റവും പുതിയ സ്റ്റെബിലൈസേഷൻ മോഡും നമുക്ക് ലഭിക്കുന്നുണ്ട്. റെഡ്മി നോട്ട് 9ൻ്റെ ക്യാമറ അത്രയ്ക്ക് മോശം എന്നല്ല നമ്മൾ പറയുന്നത്. കാരണം ഫ്രണ്ട് സൈഡിൽ നമുക്ക് 16 മെഗാ പിക്സൽ ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ UIS എന്നുള്ള നല്ല സ്റ്റെബിലൈസേഷൻ മോഡ്, സാംസങ്ങിൽ സൂപ്പർ സ്റ്റഡി മോഡൊക്കെ ഉള്ള പോലെ UIS എന്നുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ റിയൽമിക്ക് ഒരു പോയിൻ്റ് കൂടുതൽ കൊടുക്കുന്നത്. റെഡ്മിയിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ മോഡൊക്കെ ഉണ്ട്. നല്ലൊരു ക്യാമറ ഫീച്ചറാണ് റെഡ്മിയും നൽകുന്നത്. കൂടാതെ റിയർ സൈഡിൽ രണ്ട് ഫോണിൻ്റെ ക്യാമറ ഈക്വൽ പെർഫോമൻസ് ആയിരിക്കും. രണ്ടും ഒരേ സെറ്റ് ഓഫ് ക്യാമറ തന്നെയാണ് നമുക്ക് നൽകുന്നത്. രണ്ടും കോഡ് ക്യാമറ സെറ്റപ്പാണ്. നമ്മുടെ അടുത്ത പ്രധാനപ്പെട്ട സെഗ്മെൻറ്റാണ് സോഫ്റ്റ്വെയർ ഡിപ്പാർട്ട്മെൻറ്റ്. സോഫ്റ്റ്വെയർ ആണ് ഒരു ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് എത്ര മികച്ച, എത്ര പവർഫുൾ പ്രോസസ്സർ ഉണ്ടെങ്കിലും സോഫ്റ്റ്വെയർ വീക്ക് ആണെങ്കിൽ ഫോണ് ലാഗ് ചെയ്യും. ഫോൺ നമുക്ക് മര്യാദയ്ക്ക് നല്ലൊരു എക്യുപ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒട്ടനവധി പ്രോബ്ലം ഉണ്ട്. നമ്മുടെ ഈ റിയൽമിയുടെ കാര്യത്തിലും റെഡ്മിയുടെ കാര്യത്തിലുള്ള സോഫ്റ്റ്വെയർ അവരുടെ കസ്റ്റം UI ആണ്. ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള MIUI 11 ആണ് റെഡ്മി നോട്ട് 9 എങ്കിൽ ആൻഡ്രോയിഡ് 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി UI ആണ് റിയൽമി 6iയിൽ. റിയൽമി UI ആയിക്കോട്ടെ MIUI ആയിക്കോട്ടെ രണ്ടും മികച്ചൊരു പെർഫോമൻസ് നൽകുന്ന ലാഗ് ഫ്രീ ആയ നല്ലൊരു OS തന്നെയാണ്. പക്ഷേ ഒരു പോരായ്മയുള്ളത്, രണ്ട് OSലും നമുക്ക് ആഡ് ഷോ ചെയ്യും. അത് ആണ് റിയൽമി UI ആയിക്കോട്ടെ MIUI ആയിക്കോട്ടെ നമുക്ക് ലഭിക്കുക. അതൊരു പോരായ്മയായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, ഈ രണ്ട് കമ്പനിയുടെ ഫോണുകൾ വാങ്ങുമ്പോൾ നമുക്ക് UIയോടൊപ്പം OSനോടൊപ്പം ആഡ് കൂടി നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അതൊരു പോരായ്മയാണ്. നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളത് ചിന്തിച്ചിട്ട് കൂടി വാങ്ങിക്കുക. അപ്പോൾ നമുക്കൊരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ പോകാം. ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഇമ്പോർട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ ഫോൺ ലോങ് ലാസ്റ്റായിട്ട് നമുക്ക് കുറേ സമയം യൂസ് ചെയ്യണമെങ്കിൽ നല്ല ബാറ്ററിയും ബാക്കപ്പും കാര്യങ്ങളും ഒക്കെ വേണം. അപ്പോൾ റെഡ്മി നോട്ട് 9 നിന്ന് നമുക്ക് തുടങ്ങാം. 5020 mAh ബാറ്ററിയാണ് നമുക്ക് റെഡ്മി നോട്ട് 9 നൽകുന്നത്. കൂടാതെ നമുക്ക് 22.5 വാട്ട് ഫാസ്റ്റ് ചാർജറും വിത്തിൻ ദ ബോക്സ് ആയിട്ട് നമുക്ക് റെഡ്മി നൽകുന്നുണ്ട്. അതൊരു മികച്ച കാര്യം തന്നെയാണ്. നമുക്ക് 22 വാട്ട് ഫാസ്റ്റ് ചാർജറൊക്കെ വിത്തിൻ ദ ബോക്സ് ആയിട്ട് ലഭിക്കുന്നു. 5020 mAh ബാറ്ററി അതൊരു മികച്ച കാര്യം തന്നെയാണ്. അതിന് റെഡ്മിക്കൊരു കുഡോസ്. ഇനി നമുക്ക് റിയൽമി 6iയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 4300 mAh ബാറ്ററിയാണ് റിയൽമി 6iയിൽ നമുക്ക് ലഭിക്കുന്നത്. 30 വാട്ട് ഫാസ്റ്റ് ചാർജറും നമുക്ക് റിയൽമി 6i സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വിത്തിൻ ദ ബോക്സ് ആയിട്ട് നമുക്ക് 20 വാട്ട് ഫാസ്റ്റ് ചാർജർ മാത്രമേ റിയൽമി നമുക്ക് നൽകുന്നുള്ളൂ. രണ്ട് ഫോണിനും നല്ലൊരു മികച്ച ബാറ്ററി തന്നെയാണ് രണ്ട് കമ്പനി നൽകിയിരിക്കുന്നത്. റെഡ്മിക്ക് 5020 mAhും റിയൽമിക്ക് 4300 mAhും ബാറ്ററി നമുക്ക് നൽകുന്നുണ്ട്. രണ്ടും നല്ല ലോങ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ലഭിക്കും. പക്ഷേ റിയൽമിയുടെ ബാറ്ററിയെക്കാളും റെഡ്മിയുടെ ബാറ്ററിയാണ് 5020 mAh ബാറ്ററിയാണ് റെഡ്മി നോട്ട് 9 റെഡ്മി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് റെഡ്മിയാണ് മുൻപന്തിയിൽ ഒരു പോയിൻ്റ് കൂടുതലായിട്ട് കൊടുക്കാൻ സാധിക്കുക. നമുക്കവിടെ 22 വാട്ട് ഫാസ്റ്റ് ചാർജറും നമുക്ക് വിത്തിൻ ദ ബോക്സ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഫോണുകളുടെ വില, വേരിയൻ്റ്, കളർ ഓപ്ഷൻ എന്നിവ നോക്കാം. റെഡ്മി നോട്ട് 9 തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം. റെഡ്മി നോട്ട് 9 നമുക്ക് 3 കളർ ഓപ്ഷനിലും 3 മെമ്മറി വേരിയൻറ്റിലും അവൈലബിൾ ആണ്. പർപ്പിൾ ഗ്രേ, അക്വ ഗ്രീൻ, ആർട്ടിക് വൈറ്റ് എന്നീ 3 കളർ ഓപ്ഷനിലാണ് നമുക്ക് റെഡ്മി നോട്ട് 9 അവൈലബിൾ ആയിട്ടുള്ളത്. മെമ്മറി വേരിയൻ്റ് ഓപ്ഷൻ നമുക്ക് 464, 4128, 6128 എന്നീ മെമ്മറി വേരിയൻറ്റിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 464-ന് നമുക്ക് 11,999 രൂപയും 4128-ന് നമുക്ക് 13,499 രൂപയും 6128 GB നമുക്ക് 14,999 രൂപയാണ് റെഡ്മി ഈടാക്കുന്നത്. ഇനി നമുക്ക് റിയൽമി 6iയുടെ കാര്യത്തിലേക്ക് നോക്കാം, എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്ന്. റിയൽമി 6iയുടെ കാര്യത്തിൽ നമുക്ക് റിയൽമി 6i 4GB 64GB എന്നൊരു മെമ്മറി വേരിയൻറ്റിലും 6GB 64GB എന്നൊരു മെമ്മറി വേരിയൻറ്റിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ലൂണാർ വൈറ്റ്, എക്ലിപ്സ് ബ്ലൂ എന്നീ 2 കളർ വേരിയൻറ്റിലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 4GB 64GB എന്ന മെമ്മറി വേരിയൻറ്റിൽ നമുക്ക് 12,999 രൂപ, 12,999 രൂപയാണ്. 6GB 64GB വേരിയൻറ്റിന് 14,999 രൂപയുമാണ് റിയൽമി ഈടാക്കുന്നത്.
അപ്പോൾ ഫൈനൽ കൺക്ലൂഷനായിട്ട് ഞങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങളൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോൺ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റിയൽമി 6i ആയിട്ട് മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് അവിടെ ഹീലിയോ G90T എന്നൊരു പവർഫുൾ ഗെയിമിംഗ് സെൻട്രിക് പ്രോസർ ലഭിക്കുന്നുണ്ട്, 90 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്, 48 മെഗാപിക്സൽ കോഡ് ക്യാമറ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടി ഒത്തിണങ്ങിയ ഗെയിമിംഗ് കളിക്കാം, ഫോട്ടോ എടുക്കാം, നല്ല 4300 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലോങ് ലാസ്റ്റ് പെർഫോമൻസ് നൽകുന്ന നല്ലൊരു ഫോണ് 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അല്ല, നോർമൽ യൂസേജിനാണ് നിങ്ങളൊരു ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ റെഡ്മി നോട്ട്, കാരണം റെഡ്മി നോട്ട് 9 നിങ്ങൾക്ക് 5020 mAh ബാറ്ററി നമുക്ക് ലഭിക്കുന്നുണ്ട്, 22.5 വാട്ട് ഫാസ്റ്റ് ചാർജർ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ആ 5020 mAh ബാറ്ററിയിൽ നിങ്ങൾക്ക് കൂടുതൽ ബാക്കപ്പും കാര്യങ്ങളും ലഭിക്കും. കോഡ് ക്യാമറ 48 മെഗാപിക്സലിൻ്റെ കോഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്, നോർമൽ നല്ല ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അധികം പ്രൈസൊന്നും ഇല്ലാത്ത എല്ലാം ഒത്തിണങ്ങിയ എല്ലാ ഫീച്ചേഴ്സുമുള്ള നല്ലൊരു ഫോൺ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അങ്ങനെ ഒരു ഫോണാണ് നിങ്ങൾക്ക് Redmi Note 9 ആയിട്ട് മുന്നോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് റിയൽമി 6iയേക്കാൾ 1000 രൂപ കിഴിവും അവിടെ ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.